തീർന്നു, പെട്ട്. നമ്മുടെ ബൈക്കിനകത്ത് നമുക്ക് നമ്മുടെ ചാനലിലെ ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അത് അടിച്ച് നമ്മുടെ റേസ് മോട്ടോയിലും പോയി. റോയൽ എൻഫീൽഡിൻ്റെ ടാങ്ക് ഇത് ആക്സിഡൻ്റ് ആയതായിരുന്നു. ഇതേപോലൊരു ടാങ്ക് ഇവിടെ വന്നാൽ എന്തൊക്കെ സ്റ്റേജ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് ഫൈനലാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. What's up guys, it's me Rohith and welcome back to another vlog guys. ഇതിപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്കിൻ്റെ അഡാപ്റ്റർ, അതായത് നമ്മുടെ ഗോപ്രോയുടെ അഡാപ്റ്റർ ഉണ്ടല്ലോ, ആ അഡാപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ TRRS to TRS കൺവേർട്ടർ മേടിക്കണം. അപ്പോൾ ആ കൺവേർട്ടർ ആദ്യം ഞാൻ ഒരെണ്ണം വാങ്ങിയത് വർക്ക് ചെയ്തില്ല. അപ്പം രണ്ടാമത്തത് വാങ്ങിയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു മൈക്കിൻ്റെ സെറ്റപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് ഒന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പം നമ്മൾ ആദ്യം തന്നെ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വച്ചേക്കുന്ന മൈക്കിൻ്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ അടിയിൽ കൂടെയാണ് സംഭവം വിൻഡ് നോയ്സ് പിടിക്കുന്നത്. മേളിൽ കൂടെ വലിയ സീനില്ല, എന്നാലും താഴെ കൂടെയാണ് എനിക്ക് മെയിനായിട്ട് സീൻ ഫുള്ളുണ്ടാവും. ഒരു 3-4 വർഷം കൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു GoPro വെച്ചിട്ടൊരു മോട്ടോവ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ എന്തോ ചെയ്യാനാണ്, അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഫോൺ വെച്ച് എനിക്ക് ചെയ്യേണ്ടി വന്നു. ആൻഡ് ഫൈനലി ഗൈസ് നമ്മുടെ GoProയും കാര്യങ്ങളൊക്കെ കിട്ടി. എൻ്റെ മോനെ സന്തോഷം, ആ ഒരു മൊമെൻ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് മാക്സിമം എൻ്റർടൈനിങ് കണ്ടൻറ്റുകൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതും ഒരു വ്ളോഗ് തന്നെയാണല്ലോ ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാൻ കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചെറുതായിട്ടൊരു പണി പാളിയിട്ടുണ്ട് ഗൈസ്, വണ്ടിയുടെ പെട്രോൾ തീർന്നു കേട്ടോ. പിന്നെ അടുത്ത് പമ്പുണ്ട്, അവിടം വരെ പോകുമായിരിക്കും. തീർന്നു, പെട്ട്. ഈ ഒരു വണ്ടിയുടെ ഗുണം എന്താണെന്നറിയോ, നമുക്ക് പെട്രോൾ തന്നാൽ റിസർവിൽ നിന്ന് മെയിലോട്ട് മാറ്റിയിട്ട് ഓട്ടിക്കാം. അപ്പം ഞാൻ മെയിനിൽ നിന്ന് റിസർവിലോട്ട് ഇട്ട് മാറ്റി ഓടിക്കും, തെറ്റിപ്പോയി കേസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിസർവിലാണ് ഓടുന്നത്. ഇനിയിപ്പോൾ പോയി പെട്രോൾ അടിക്കാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ് സർവീസ് ചെയ്യാൻ പോകണം നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സിലോട്ട്. അവിടെ നമ്മുടെ ഇത് കല്ലുംതാരം ആ ഒരു സൈഡിലായിട്ടാണ്. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേസ് മോട്ടോറിലേക്ക് നമുക്കൊന്ന് പോകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വലി കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചത്. നിങ്ങൾ ഒരുപാട് പേര് ഞാൻ എന്നും അവിടെ തന്നെ വീഡിയോസ് ആണല്ലോ ഇടുന്നത്. പക്ഷേ നിങ്ങൾ അവിടുത്തെ പെയിൻറ്റിങ് അല്ലെങ്കിൽ അവരുടെ രീതികൾ, അവരെന്തൊക്കെയാണ് സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഇതൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഫുള്ള് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു വീഡിയോ ആയിരിക്കത്തില്ല, എന്നാലും ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാം കിട്ടും. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റിക്കറിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതും കൂടി ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുവരെയായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കിടിലും വീഡിയോസ് കൊണ്ടുവരാൻ പറ്റൂ. 10K എത്രയും പെട്ടെന്ന് ആക്കി തരുള്ളൂ ഗൈസ്. കാരണം എനിക്ക് ആ ഒരു 10K സ്ട്രോങ് ഫാമിലി ആക്കിക്കോളാൻ വയ്യ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ വണ്ടി നമ്മൾ സർവീസിനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി വന്നേക്കാണ്. നമ്മുടെ ബാക്കിലാണ് സർവീസും കാര്യങ്ങളും നടക്കുക. ടെമ്പററിലി എനിക്കിപ്പം അതിൻ്റെ ഒരു വിഷ്വൽസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. നാളെ മറ്റന്നാളായിട്ട് കിടിലും ഒരു വണ്ടിയുടെ മോഡിഫൈ ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓളാക്കി ഇടുക. നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത കിടിലും ഒരു വീഡിയോ ആണ്. ഓക്കെ ഇപ്പോൾ ഫൈനലി നമ്മുടെ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ റോഡിൻ്റെ സൈഡിൽ അതിൻ്റെ പേര് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ കാണും. ഇപ്പോൾ കണ്ട കംപ്ലീറ്റ്ലി ഒരു പുതിയ നല്ല ബ്രാൻഡ് ന്യൂ പോലെ ആയിട്ടുണ്ട്. കണ്ട നിങ്ങൾ ഓവറോൾ നോക്കി. പിന്നെ നമ്മുടെ ഡെയിലി ഒബ്സർവേഷൻ അല്ലേ, അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ. കണ്ട ഇൻറ്റീരിയറൊക്കെ കിടിലായി. നമ്മളിത് ഫുൾ ഓപ്ഷൻ വണ്ടിയായിട്ടായിരുന്നു വാങ്ങിയത്. അതിൻ്റെ പേരിൽ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും വേറെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടി 5 വർഷമായി. സെലേറിയുടെ ഫുൾ ഓപ്ഷൻ വണ്ടി അന്ന് ഇറങ്ങിയാൽ ഞാൻ എടുത്തതാണ്. പക്ഷേ ഇപ്പോൾ പുതിയ സെലേറിയും കാട്ടി എനിക്ക് ഈ ഒരു സെലേറി തന്നെയാണ് ഭയങ്കര രീതി അട്രാക്റ്റീവ് ആയിട്ടും ഫീൽ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സർവീസ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡയറക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിനകത്ത് നമുക്ക് നമ്മുടെ ചാനലിലെ ചെറിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ അത് അടിച്ച് നമ്മുടെ റേസ് മോട്ടോയിലും പോയി അവിടുത്തെ കുറച്ചൊരു പെയിൻറ്റിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കിടിലമായിട്ട് അവരെങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഐഡിയ ഇപ്പോൾ അവിടെ പോയിട്ട് തരാം. ഓക്കെ
പിന്നെ നിങ്ങളിൽ ഒരുപാട് പേരും ഇൻട്രസ്റ്റഡ് ആയിട്ടും അറിയാൻ താല്പര്യപ്പെടുന്ന ഒരു സൈഡാണ് നമ്മുടെ ഇവിടുത്തെ പെയിൻ ബൂത്തിനെ കുറിച്ച്. നമ്മുടെ പെയിൻ ബൂത്തിനെ കുറിച്ച് കംപ്ലീറ്റ് വീഡിയോ ഒന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ പേരെങ്ങനെയായിരുന്നു? സജീവാണ്. പുള്ളിയാണ് മെയിൻ നമ്മുടെ ഒരു പെയിന്റിന്റെ ആശാനം എന്ന് പറയുന്നത്. കണ്ട ഇതിനല്ല ഇപ്പം നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ടാങ്ക് ഇത് ആക്സിഡന്റ് ആയതാണ്. ഇത് ആക്സിഡന്റ് ആ ടാങ്ക് അവരിപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കി നിങ്ങൾ കംപ്ലീറ്റ്ലി പ്രൈമർ അടിച്ച് ഇപ്പോൾ അത് നമ്മുടെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേജ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട പിന്നെ ഇതാണ് നമ്മളെ പെയിന്റിന്റെ ഒരുപാട് സംഭവം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഭാവിയിൽ ഇതിനകത്ത് ഒരുപാട് വീഡിയോസ് ഇവിടെ തന്നെ കൊണ്ടുവരും. ഇപ്പം നമ്മുടെ ഇതേപോലൊരു ടാങ്ക് ഇപ്പം ഇത് ആക്സിഡന്റ് ആയി വന്ന ടാങ്ക് അല്ല. അപ്പം ഇതേപോലൊരു ടാങ്ക് ഇവിടെ വന്നാൽ എന്തൊക്കെ സ്റ്റേജ് ആണെങ്കിൽ ഈ ഒരു കണ്ടീഷനിലേക്ക് ഫൈനലാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? പിന്നെ നമ്മുടെ ഈ തിളക്കമുള്ളപ്പോൾ കൂടുതൽ ചടങ്ങുകൾ കാണാൻ പറ്റും. ആ ഭാഗത്ത് വെച്ചാൽ നമ്മളത് തേച്ച് പ്രൈമർ അടിച്ച ശേഷമാണ് വീണ്ടും പുട്ടിയിടുന്നത്. പുട്ടി മറയാൻ വേണ്ടി വീണ്ടും നമ്മൾ പ്രൈമർ അടിക്കും. ആ 2 പ്രാവശ്യം പ്രൈമർ അടിച്ച ശേഷമാണ് നമ്മൾ വണ്ടി കനിയിലോട്ട് മാറുന്നത്. അത്യാവശ്യം ഈ ഒരു ടാങ്ക് പെയിന്റ് ചെയ്യാൻ എത്ര ദിവസത്തെ വർക്കുണ്ട്? 2 ദിവസം വരെ എടുക്കും. 2 ദിവസം വരെ എടുക്കും. നല്ല രീതിയിലാണ് ചെയ്യുന്നത്. മോശമായിട്ട് പണിയത്തില്ല. പണിയുമ്പോൾ നല്ല രീതിയിൽ പണിയണം എന്നുള്ളതാണ്. ലേറ്റായിരുന്ന ലേറ്റസ്റ്റ് വരെ പിന്നെ നല്ല പവറാണ് കേസ്. പ്രൈമർ അല്ല 2K പ്രൈമർ അടിച്ചേക്കുന്നതിനകത്ത്. 2K പ്രൈമർ അടിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ കുമ്പളായിട്ട് പുള്ളി വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടിയ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ 10K ആവാറായാലും ഓൺ ദ വേ ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടില്ല എനിക്ക് വീഡിയോസ് കൊണ്ടുവരാൻ പറ്റൂ. ഇതിനൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ വീഡിയോ എല്ലാം തരുന്നതിന് നമ്മൾ സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ റിസ്വാനിക്ക. കാരണം നമ്മളിപ്പോൾ ഇവിടെ തന്നെയാണ് കേസ് കണ്ടാണ്. ഇതാണ് നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റ്സ്. നമ്മുടെ പോളത്തോട് ജംഗ്ഷനാണ് നിങ്ങളെ കാണുന്നത്. ആ ഒരു മെയിൻ പോളത്തോടിൽ നിന്ന് ഈ ഒരു വഴി കയറുന്നുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ ESA എന്ന് പറയുന്നുണ്ടോ. ആ കാണുന്ന സൈഡിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റ്. അപ്പോൾ കിടിലം ഒരുപാട് വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പം അതുവരെ ബൈ.